കൊടകര കുഴൽപ്പണ കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷിന്റെ വീട്ടിൽ പോയിട്ടില്ലെന്ന ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വാദം തെറ്റ്. 6 മാസം മുമ്പ് തിരൂർ സതീഷിന്റെ ഭാര്യയോടും മകനോടുമൊപ്പം ശോഭാ സുരേന്ദ്രൻ വീടിനകത്ത് നിൽക്കുന്ന ചിത്രം പുറത്തുവന്നു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊപ്പം അമിത്ഷായെ കണ്ടുവെന്ന ധർമ്മരാജന്റെ മൊഴി 24-ന് ലഭിച്ചു. ശോഭാ സുരേന്ദ്രനെ കാണാൻ എൻ്റെ വീട്ടിലേക്ക് സതീശൻ ഇതുവരെ വന്നിട്ടില്ല. ഒരിക്കലും പോയിട്ടില്ല. ഒരിക്കലും സതീശന്റെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. തിരൂർ സതീഷ് തന്റെ വീട്ടിലോ താൻ തിരൂർ സതീഷിന്റെ വീട്ടിലോ എത്തിയിട്ടില്ലെന്ന ശോഭാ സുരേന്ദ്രൻ ഇന്നലെ നടത്തിയ പ്രതികരണമാണിത്. എന്നാൽ ശോഭയുടെ വാദം പച്ചക്കള്ളമെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ശോഭാ സുരേന്ദ്രൻ തിരൂർ സതീഷിന്റെ വീട്ടിലും തറവാട്ട് വീട്ടിലും എത്തിയതിന്റെ ചിത്രങ്ങളാണിത്. ശോഭ ചേച്ചി വേറൊരു ദിവസം നിൽക്കുന്ന ഫോട്ടോ ആണ് എൻ്റെ അമ്മയുടെ കൂടെ. ശോഭ ചേച്ചി എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ മാലയിട്ടിട്ട് എന്തായാലും അവിടെ വെക്കില്ലല്ലോ, വെക്കുവോ? ചിത്രം വ്യാജമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാൻ ശോഭാ സുരേന്ദ്രനെ തിരൂർ സതീഷ് വെല്ലുവിളിച്ചു. ഈ ഫോട്ടോന് കൃത്യമായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്ക് എന്താ? ഇനി പോലീസല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാലും കോടതി നാളെ വിട്ടാലും ഈ വീട് ഞാൻ വിൽക്കണവർക്ക് ഈ വീടും സ്ഥലവും സോഫയൊക്കെ ഇവിടെ ഉണ്ടാവും. കടം മേടിച്ച ആളുകൾ എടുത്തു കൊണ്ടുപോയില്ലെങ്കിൽ. അതേസമയം കൊടകര കേസിൽ കുഴൽപ്പണം കടത്തിയ മുഖ്യസാക്ഷി ധർമ്മരാജന്റെ കൂടുതൽ മൊഴികൾ പുറത്തു വന്നത് ബി.ജെ.പിയെ വെട്ടിലാക്കി. കെ സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ടെന്നും സുരേന്ദ്രനൊപ്പം 2 തവണ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ധർമ്മരാജൻ നൽകിയിരിക്കുന്ന മൊഴി. ബി.ജെ.പിക്ക് വേണ്ടി ബംഗളൂരുവിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പണം എത്തിക്കാറുണ്ട്. 25 കോടിയുടെ കള്ളപ്പണം പലതവണയായി കേരളത്തിലേക്ക് എത്തിച്ചു. കോന്നി ഉപതെരഞ്ഞെടുപ്പ് സമയത്തും കുഴൽപ്പണം എത്തിച്ചുവെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ ധർമ്മരാജൻ പറയുന്നു. അതേസമയം കേസിൽ തുടരന്വേഷണം നടത്തുന്നതിന് മുന്നോടിയായി പ്രത്യേക അന്വേഷണ സംഘം വിശദമായ നിയമോപദേശം തേടി. 24 തൃശൂർ.